ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവ വചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 10 വാക്യം 12. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവിടുന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാവുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട റോമാലേഖനം 10 അധ്യായം 12 വാക്യത്തിൽ ഈ മുഴു പ്രപഞ്ചത്തിലെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സമ്പന്നതയെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ദൈവം ലുപ്തനല്ല, ദൈവം ദരിദ്രനുമല്ല. അവിടുന്ന് എല്ലാവർക്കും ജീവനും ശ്വാസവും, സകല ജഡത്തിനും ആഹാരവും, സകല സൃഷ്ടിക്കും സകലവും നൽകുന്നവനെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. പ്രത്യേകിച്ച് തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന അഥവാ ദൈവത്തോട് യാചിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സകലവും നൽകുവാൻ സമ്പന്നനായ ദൈവമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ 2 പദങ്ങൾ നാം പ്രത്യേകം ധ്യാനിക്കേണ്ടതാണ്. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. ദൈവത്തിന് ജാതിയും മതവും വർഗവും വർണ്ണവും എന്നിങ്ങനെ ഒന്നുമില്ല. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. സകല ജാതി മത വ്യത്യാസമില്ലാതെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവം എല്ലാവരെയും കരുതുകയും എല്ലാവരെയും പരിപാലിക്കുകയും എല്ലാവർക്കും ആവശ്യമായ എല്ലാ ആത്മീക ഭൗതിക നന്മകൾ നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ദൈവത്തിൽ ആണ് നാം വിശ്വസിക്കുന്നത്, ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്, ആ ദൈവത്തിലാണ് നാം ശരണപ്പെടുന്നത്, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ആരാധ്യനായ ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നമുക്കാവശ്യമായ എല്ലാമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്വർഗീയ ഭണ്ഡാരം ചെറുതല്ല, അത് വളരെ വലുതാണ്. ആ സ്വർഗീയ ഭണ്ഡാരത്തിലെ നന്മകൾ ലഭിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ. അതെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ള വ്യവസ്ഥയാണ് ഇവിടെ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും, അതെ, വീണ്ടും പറയട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷയിൽ യഹൂദനെന്നും യവനനെന്നും എന്നെഴുതിയിരിക്കുന്നത് പോലെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ സിഖ് മതമെന്നോ ഇങ്ങനെ നമ്മുടെ ഭൂമിയിലെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഒന്നും ദൈവം നോക്കുന്നില്ല. ഏതെങ്കിലും ഒരു മത വർഗ വർണ്ണത്തിൻ്റെ ദൈവമല്ല സത്യവേദ പുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം, എല്ലാവരുടെയും ദൈവം, മഹാദൈവം എന്നാണ് ഒരിടത്ത് എഴുതിയിരിക്കുന്നത്. അതെ, മഹാദൈവവും എല്ലാവരുടെയും ദൈവവും, എല്ലാം സൃഷ്ടിച്ചവനും എല്ലാം പരിപാലിക്കുന്നവനും എല്ലാവർക്കും എല്ലാം നൽകുവാൻ സമ്പന്നനുമായ സർവശക്തനായ ദൈവം, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാവുന്നു. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.
ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ മന്ത്രിയാം ദൈവം നിത്യതാതനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ